السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد നമ്മുടെ ഇന്നത്തെ സെഷൻ ഫിഖ്ഹാണ്. ആദ്യമായിട്ട് എന്താണ് ഫിഖ്ഹ് പരിചയപ്പെടണം. ഫിഖ്ഹ് എന്നാൽ കർമ്മശാസ്ത്രം. ഫിഖ്ഹ് എന്നാൽ എന്ത്? ഫിഖ്ഹ് പഠിക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്തെല്ലാം? ഫിഖ്ഹിന്റെ അവലംബം എന്നാണ്. ഇൻഷാ അല്ലാഹ് അത് ഒന്ന് ഓർമ്മപ്പെടുത്തി നമ്മുടെ ഇന്നത്തെ ചർച്ച ചെയ്യാനുള്ള വിഷയമായ അത്വഹാറ എന്നതിലേക്ക് നാം കടക്കും ഇൻഷാ അല്ലാഹ്. ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ്യത്തി അൽ മുക്തസബു മിൻ അദില്ലത്തിഹാ തഫ്സീലിയ. അതാണ് ഫിഖ്ഹിന്റെ നിർവചനം പറയാം. ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് വൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ്യത്തി ഹുവൽ ഫിഖ്. കർമ്മപരമായ നിയമപരമായ വിധികളെ കൊണ്ടുള്ള അറിവാണ് ഫിഖ്ഹ് എന്നാൽ. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നിസ്കാരം, അതുപോലെ നോമ്പ്, അങ്ങനത്തെ ആരാധനാ സംബന്ധമായ കാര്യങ്ങൾ, ഇടപാട് സംബന്ധമായ കാര്യങ്ങളൊക്കെ, അപ്പം അതൊക്കെ അനുസരിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഫിഖ്ഹ് അനിവാര്യമാണ്. അതാണ് തഖ്വ. അള്ളാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾക്കനുസരിക്കുക. വജ്തിനാബു നവാവിഹി, അള്ളാഹു തആല വിലക്കിയ കാര്യങ്ങൾ വെടിയ. അപ്പൊ ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ ഏത് കാരണമാണ്? ശർഈയായ വിധികൾ അറിയണം. അപ്പോൾ ആ നിയമപരമായ വിധികൾ അറിയണമെങ്കിൽ അതിന് ഫിഖ്ഹ് അനിവാര്യമാണ്. ഫിഖ്ഹിനെ ഇമാമിയങ്ങൾ മൊത്തം 4 പാർട്ടുകളാക്കിയിട്ടാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇബാദാത്ത്, മുആമലാത്ത്, മുനാക്കഹാത്ത്, ജിനായാത്ത്, ഇങ്ങനെ 4 ഇനങ്ങളാക്കിയിട്ടാണ് ഫിഖ്ഹിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഫിഖ്ഹ് എന്നുള്ളത് 4 വിഭാഗങ്ങളാക്കിയിട്ടാണ് ഫുഖഹാ പരിചയപ്പെടുത്തിയത്. ഫിഖ്ഹ് 4 ഇനങ്ങളുണ്ട്. ഇബാദാത്ത്, ആരാധന സംബന്ധമായ കാര്യങ്ങൾ, വൽ മുആമലാത്തു, ഇടപാട് സംബന്ധമായ കാര്യങ്ങൾ, കച്ചവടം അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വൽ മുനാക്കഹാത്തു, വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, വിവാഹം ചെയ്യുമ്പോഴുള്ള വിഷയം, അതുപോലെ ത്വലാഖ്, ഫസ്ഖ്, അങ്ങനെ തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ പറയുന്നതാണ് മുനാക്കഹാത്ത്. പിന്നീട് ജിനായാത്ത്, ശിക്ഷാ നടപടികൾ. അപ്പൊ ഇങ്ങനെ ടോട്ടലായിട്ട് ഫിഖ്ഹ് 4 ഇസ്മുകളിലേക്കാണ്, ഇനങ്ങളിലേക്കാണ് ഫുഖഹാ ഓഹരി വെച്ചിട്ടുള്ളത്. 1 ഇബാദാത്ത്, 2 മുആമലാത്ത്, 3 മുനാക്കഹാത്ത്, 4 ജിനായാത്ത്. അപ്പൊ ഈ 4 ഇനങ്ങളിൽ വെച്ച് ഏറ്റവും മുഖ്യമായത് ഏതാ? അത് അൽ ഇബാദാത്തു, ആരാധനാ സംബന്ധമായ കാര്യങ്ങളാണ്. എന്നാൽ ആരാധനാ സംബന്ധമായ കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അത് നിസ്കാരമാണ്. അപ്പൊ നമ്മുടെ ചർച്ച ഇന്ന് വരുന്നത് ആ നിസ്കാരത്തിന്റെ താക്കോൽ എന്നറിയപ്പെടുന്ന ത്വഹാറയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പൊ നിസ്കരിക്കണമെങ്കിൽ വുളു വേണം. വുളു ഇല്ലാതെ നിസ്കാരം സാധുവാവുകയില്ല. അപ്പൊ അതിൽ ത്വഹാറ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ പരിചയപ്പെടുത്തും. പിന്നെ ആ ത്വഹാറത്ത് 2 അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാക്കലുണ്ട്. ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കാനുള്ളതാണ് വുളു എന്നുള്ളത്. പിന്നീട് ഫിഖ്ഹിന്റെ അവലംബം, അത് പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമിൽ നിന്ന്, അതുപോലെ സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം, അതുപോലെ ഇജ്മാഅ്, ഒരു കാലഘട്ടത്തിലെ യോഗ്യരായ പണ്ഡിതന്മാര്,
അവര് ഐക്യകണ്ഠേന തീരുമാനിച്ച തീരുമാനങ്ങൾക്കാണ് ഇജ്മാ എന്ന് പറയാം. ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാര് ഐക്യകണ്ഠേന തീരുമാനിച്ച കാര്യങ്ങൾ. പിന്നീട് ഖിയാസ്, വ്യക്തമായ പ്രമാണങ്ങളില്ലാത്ത പുതിയ വിഷയങ്ങളൊക്കെ പ്രമാണങ്ങളിൽ, തെളിവുകളിൽ പറയപ്പെട്ട കാര്യങ്ങളോട് ഉപമിച്ചുകൊണ്ട് വിധി കണ്ടെത്തുന്നതിനാണ് ഇത് പറയാ, ഖിയാസ് എന്ന് പറയാം. ഉദാഹരണമായിട്ട് പറയാം, കള്ള് എന്നുള്ള ഹറാമാണ് എന്നുള്ള വ്യക്തമായ കാര്യമാണ്. ഇപ്പോ പുതിയ രൂപത്തിൽ മസ്താക്കുന്ന പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഹറാമാണ് എന്ന് വിധിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ ഹംറ് എന്നുള്ളത് ഹറാമാണ്, അപ്പൊ അതിനുള്ള മാനദണ്ഡം എന്താണ്, കാരണം എന്താണ്? അത് മസ്താക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ മസ്താക്കുക എന്നുള്ള വിഷയം ഏതിലെല്ലാം ഉണ്ടോ, അപ്പോ അതിനെ ഈ ഹംറിനോട് സാദൃശ്യപ്പെടുത്തിയിട്ട്, തുലനപ്പെടുത്തിയിട്ട്, ഉപമിച്ചിട്ട് വിധിക്കും അതെന്താണ്, ഹറാമാണ്. അപ്പൊ അതിനാണ് ഖിയാസ് എന്ന് പറയാം. അപ്പൊ ഈ 4 പ്രമാണങ്ങളിൽ നിന്നാണ് ഫിഖ് വന്നത്. ഫിഖ്, ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. പിന്നീട് ഫിഖ് പഠിക്കുന്നതിന്റെ ആവശ്യകത എന്താണ്? ഫിഖ് പഠിക്കുന്നതിന് നമ്മുടെ കച്ചവടത്തില്, അതുപോലെ നാം ചെയ്യുന്ന ജോലിയിൽ, നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ, അതുപോലെ വസ്ത്രധാരണത്തിലൊക്കെ അനുവദനീയമായതേത്, അനുവദീയം അല്ലാത്തതേത്, ഹറാമേത്, ഹലാലേത്. അപ്പൊ ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ എന്തു വേണം? ഫിഖ് അനിവാര്യമാണ്. അതുപോലെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ ഫിഖ് അനിവാര്യമാണ്. അപ്പൊ ഫിഖ് പഠിച്ചാലുള്ള നേട്ടം, പരലോക വിജയം ലഭിക്കും. ഇസ്ലാമിക നിയമങ്ങളൊക്കെ ഇങ്ങനെ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അള്ളാഹു തആലയുടെ തൃപ്തി കിട്ടും. അള്ളാഹിന്റെ തൃപ്തി കിട്ടിയാൽ എന്ത് കിട്ടും? സ്വർഗം ലഭിക്കും. മാത്രല്ല, നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ, നിസ്കാരങ്ങളിൽ, അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങളിലൊക്കെ നമുക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ ഉണ്ടാവും. ആ സംശയങ്ങൾക്കൊക്കെ ഒരു സ്വയം തിരിച്ചറിവ് നമുക്ക് ലഭിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ പഠിച്ച് നിൽക്കുമ്പോൾ അതിൽ വരുന്ന സംശയങ്ങൾ, ഇഷ്കാലുകളൊക്കെ സ്വന്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ മുമ്പ് ഉണ്ടായിരുന്ന തെറ്റുകളൊക്കെ നമുക്ക് തിരുത്താൻ സാധിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ താക്കോലാകുന്ന ത്വഹാറത്താണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത്വഹാറ, ഇതിലാദ്യം പറയുന്നത് ത്വഹാറത്തിന്റെ തെളിവുകളാണ്. അതിലെ വരുന്ന ആയത്തുകളും, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്, ഹദീസും. പിന്നീട് ത്വഹാറത്തിന്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. പിന്നീട് വുളൂഇനെ സംബന്ധിച്ച് ഖുർആനിൽ വന്ന ആയത്തുകളും ആ വുളൂഇന്റെ ഡെഫിനിഷനും, അതുപോലെ വുളൂഇന്റെ ഷർത്തുകള്, 5 ഷർത്തുകളും. പിന്നീട് നിത്യശുദ്ധിക്കാരൻ, ഒരു നിത്യശുദ്ധിക്കാരനാണ്, അവന് ശുദ്ധിദായുമാകൂല. അപ്പൊ അങ്ങനത്തെ ആള് നിസ്കരിക്കുകയാണെങ്കിൽ സമയം പ്രവേശിച്ച ശേഷം മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. ഉദാഹരണമായിട്ട് ഒരാള് ളുഹർ നിസ്കരിക്കുകയാണ്, നിത്യശുദ്ധിക്കാരൻ. അപ്പൊ അവനിക്ക് ളുഹർ നിസ്കരിക്കാൻ വുളൂ ചെയ്യേണ്ടത് ളുഹർ ബാങ്ക് കൊടുത്തതിന് ശേഷം മാത്രമാണ്. ഒരു സാധാരണ ആളാണെങ്കിൽ അയാൾക്ക് സുബഹിക്ക് എടുത്ത വുളൂ കൊണ്ട് തന്നെ എന്താക്കുക, എല്ലാ നിസ്കാരം നിസ്കരിക്കുക. എന്നാൽ ഒരു നിത്യശുദ്ധിക്കാരനാണെങ്കിൽ അയാൾ നിസ്കരിക്കണമെങ്കിൽ ആ ളുഹറിന്റെ സമയം ആയ ശേഷം മാത്രമേ വുളൂ എടുക്കാൻ പറ്റുള്ളൂ. ഒരു വുളൂ കൊണ്ട് ഒരു ഫർദ് നിസ്കരിക്കാൻ കഴിയുള്ളൂ. എന്നാൽ സുന്നത്ത് എത്ര നിസ്കരിക്കാം. പിന്നീട് ആ നിത്യശുദ്ധിക്കാരൻ ശ്രദ്ധിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങളുണ്ട്. അവന്റെ ഗുഹ്യസ്ഥാനം കഴിയണം, അതുപോലെ ആ ഫർജില് നിറച്ച പഞ്ഞിയൊക്കെ മാറ്റണം, അതുപോലെ അവൻ അതിന്റെ മുകളിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ കെട്ടൊക്കെ ഒന്ന് പുതുക്കണം. എല്ലാ ഫർദിനു വേണ്ടിയും അവൻ പെട്ടെന്ന് നിസ്കരിക്കണം. എന്നാൽ നിസ്കാരത്തിന്റെ നന്മകളൊക്കെ ഉണ്ട്. ഉദാഹരണമായിട്ട് പറയാം, അവന് ജമാഅത്തിനെ പ്രതീക്ഷിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ജുമാക്ക് പോകുന്ന ആളാണ്, അല്ലെങ്കിൽ പള്ളിയിൽ പോണ ആളാണ്. അപ്പൊ അങ്ങനെ നന്മയ്ക്ക് വേണ്ടി അവൻ എന്താക്കാം, കുറച്ചൊക്കെ പിന്തിപ്പിക്കാം. പിന്നീട് 2 വുളൂ നിർബന്ധമാകും. ഖത്തീബാണെങ്കിൽ, ഇപ്പോ മൂത്രവാർച്ചല്ല ആള് ഖത്തീബാണ്, അപ്പോ 2 ഖുത്തുബക്ക് വേണ്ടി ഒരു വുളൂ എടുക്കുക,
പിന്നെ ഖുതുബക്ക് ശേഷം നിസ്കാരത്തിന് വേണ്ടിയും ഒരു വുളു എടുക്കുക. അപ്പൊ അതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. അത്വഹാറത്തു, അത്വഹാറ ശുദ്ധീകരണം. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, യുഹിബ്ബുത് തവ്വാബീൻ, അവൻ തൗബ ചെയ്യുന്നവരെ ഇഷ്ടം വെക്കുന്നു. വയുഹിബ്ബുൽ മുതത്വഹിരീൻ, ശുദ്ധീകരിക്കുന്നവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം വെക്കുന്നു. അപ്പോ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ആളുകൾ അല്ലാഹു തആലക്ക് ഇഷ്ടമാണ്. അതുപോലെ ശുദ്ധീകരണ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, മിഫ്താഹുസ് സ്വലാത്തി അത്വഹൂറു, നിസ്കാരത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ശുദ്ധീകരണമാണ്. അപ്പോൾ നിസ്കാരത്തെ തുറക്കണമെങ്കിൽ ത്വഹൂറാകുന്ന താക്കോല് വേണം. വഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂരിൻ, നിസ്കാരം സ്വീകരിക്കപ്പെടൂല ശുദ്ധിയില്ലാതെ. അപ്പൊ നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ശുദ്ധി വേണം. ഇനി ത്വഹാറത്തിന്റെ ഡെഫിനിഷൻ പറയാണ്. ത്വഹാറത്ത് എന്നാൽ ലുഗത്തൻ, ഭാഷാർത്ഥത്തിൽ ത്വഹാറത്ത് എന്നാൽ അന്നളാഫത്തു, വൃത്തിയാക്കലാണ്. വശറഅൻ, സാങ്കേതിക അർത്ഥത്തിൽ, ശറഇൽ അർത്ഥം പറയുകയാണെങ്കിൽ റഫ്ഉൽ മൻഇൽ മുതറത്തിബി അലൽ ഹദസി വിൽ ഖുബസി, അശുദ്ധിയുടെ മേൽ തുടർന്നു വരുന്നതായ തടസ്സങ്ങളെ ഉയർത്തലാണ്, അല്ലെങ്കിൽ നജസിന്റെ മേൽ തുടർന്നു വരുന്ന തടസ്സങ്ങൾ ഉയർത്തലാണ്. അപ്പൊ ഒരാൾക്ക് അശുദ്ധി ഉണ്ടായി, വുളൂഇന് നഷ്ടപ്പെട്ടു, അപ്പൊ അയാൾക്ക് നിസ്കരിക്കാനൊന്നും പറ്റൂല, അതുപോലെ മുസ്ഹഫ് തൊടാൻ പറ്റൂല. അപ്പൊ തടസ്സങ്ങളാണ്. അപ്പൊ ആ തടസ്സങ്ങളെ ഉയർത്തുന്ന ഒന്നാണ് ത്വഹാറത്ത് എന്ന് പറയുന്നത്. ഇവിടെ അശുദ്ധി രണ്ടായി തിരിച്ചിട്ടുണ്ട്. വൽ ഹദസു ഹദസാനി, അശുദ്ധി രണ്ടെണ്ണമാണ്. അശുദ്ധി എത്ര ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഹദസുൻ അസ്ഗറു, ചെറിയ അശുദ്ധി. മറ്റൊന്ന് ഹദസുൻ അക്ബറു, വലിയ അശുദ്ധി ഉണ്ട് അല്ലെ. അപ്പോ അശുദ്ധികൾ രണ്ടെണ്ണം ഉണ്ട്, ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി. ചെറിയ അശുദ്ധി മൈനർ ഇംപ്യൂരിറ്റി, വലിയ അശുദ്ധി മേജർ ഇംപ്യൂരിറ്റി. അങ്ങനെ രണ്ടെണ്ണാണുള്ളത്. ത്വഹാറത്തു അനിൽ അവ്വലി, ഒന്നാമത്തതിൽ നിന്ന്, ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരിക്കൽ വുളു ആണ്. അപ്പൊ ഒന്നാമത്തെ ശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരിക്കുന്നത് അത് വുളു ആണ്. ത്വഹാറത്തു അനിസാനി, രണ്ടാമത്തെ ശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരിക്കുന്നത് ഏതാ? അത് അൽ ഗുസ്ലു കുളിയാണ്. വുളുവിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്ത്, അതിന്റെ തെളിവാണ് ആദ്യം പറയുന്നത്. അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ് فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ്സലാ, നിസ്കാരത്തിലേക്ക് നിങ്ങൾ നിന്നാൽ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ നടത്തം. ഫഗ്സിലു, നിങ്ങൾ കഴുകുക, വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ കഴുകുക, വഅയ്ദിയക്കും, നിങ്ങളെ രണ്ട് കൈകളും കഴുകുക. കൈകൾ ഏതുവരെ കഴുകണം? ഇലൽ മറാഫിഖി, വരെ കഴുകണം. വംസഹൂ ബിറുഊസിക്കും, നിങ്ങൾ തലനെ തടവുകയും വേണം. വഅർജുലക്കും, കാലിനെയും കഴുകണം. ഇലൽ കഅബൈൻ, കാല് ഏതുവരെ കഴുകണം? രണ്ട് ഞെരിയാണി വരെ കഴുകണം. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വുളു എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ എന്താ?
ഗസ്ലു ബഅദിൽ അഅ്ളാഇ അവയവങ്ങളിൽ നിന്ന് അല്പം കഴിയുക. എന്നാൽ സാങ്കേതിക അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇസ്തിഅമാലുൽ മാഇ ഫി അഅ്ളാഇൻ മഖ്സൂസത്തിൻ മുഫ്തതഹം ബിന്നിയ്യത്തി, നിയ്യത്ത് കൊണ്ടൊക്കെ തുടങ്ങി പ്രത്യേകമായ അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിനാണ് ശറഇൽ എന്ന് പറയുക, വുളു എന്ന് പറയുക. അപ്പോൾ രണ്ടെണ്ണ പറഞ്ഞത്. വുളുഇന് ഭാഷാർത്ഥത്തിൽ അവയവങ്ങളിൽ നിന്ന് ഒരു അവയവം ചെയ്യുക, വാള് ചെയ്യുക എന്നർത്ഥം. പിന്നെ ശറഇലുള്ള അർത്ഥം പറഞ്ഞത് നിയ്യത്ത് കൊണ്ട് തുടങ്ങി പ്രത്യേകമായ അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിനാണ് ശറഇൽ വുളു എന്ന് പറയുക. പിന്നീട് വഫുരിള വുളുഇനെ ഫർലാക്കപ്പെട്ടത് മഅസ്വലാത്തി, നിസ്കാരത്തോടുകൂടെ ഫർലാക്കപ്പെട്ടു. ലൈലത്തൽ ഇസ്റാ, ഇസ്രായിന്റെ രാത്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇസ്രാ നടത്തപ്പെട്ട രാത്രി ഉണ്ടല്ലോ, ആ രാത്രിയാണ് നിസ്കാരത്തോടുകൂടെ വുളുഇനെയും ഫർലാക്കപ്പെട്ടത്. ശുറൂത്തുൽ വുളുഇ, വുളുഇന്റെ ഷർത്തുകൾ, നിബന്ധനകൾ. വുളുഇന്റെ ഷർത്തുകൾ 5 എണ്ണമാണ്. ശുറൂത്തുഹു, അതിന്റെ ഷർത്തുകൾ ഖംസത്തുൻ, 5 എണ്ണമാണ്. അതിൽ ഒന്നാമത്തത് മാഉൻ മുത്ലഖുൻ, മുത്ലഖായ വെള്ളമാണ്. ഒന്നാമത്തെ ഷർത്ത് മുത്ലഖായ വെള്ളമാണ്. അപ്പൊ അതിന്റെ ഷർത്തുകൾ എന്താണ്? ഒന്നാമത്തെ മുത്ലഖായ വെള്ളമാണ്. മുത്ലഖായ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെങ്കിൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതും. വഹുവ ത്വാഹിറു ഫി നഫ്സിഹി വൽ മുതഹ്ഹിറു ലിഗൈരിഹി, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതുമാണ് മുത്തലക്കായ വെള്ളം. ഇപ്പൊ ചായ എന്നുള്ളതൊക്കെ എന്താണ്? ശുദ്ധിയുള്ളതാണ്. പക്ഷെ അതൊന്നും എന്താവൂല, മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതല്ല. രണ്ടാമത്തെ ഷർത്ത് ജറിയുമാഇൻ അലാ ഉളുവിൻ മഗ്സൂലിൻ, കഴുകപ്പെടുന്ന അവയവത്തിന്റെ മേൽ വെള്ളത്തെ ഒഴിക്കലാണ്. മൂന്നാമത്തെ ഷർത്ത് അല്ലാ യകൂന അലൽ ഉളുവി, അവയവത്തിന്റെ മേൽ ഉണ്ടാകാതിരിക്കലാണ്. മുഗയ്യിറുൽ മാഇ, വെള്ളത്തെ പകർച്ചയാക്കുന്നത് ഉണ്ടാകാതിരിക്കലാണ്. ഇപ്പോ നമ്മളെ കയ്യുമേ മുഖത്തൊക്കെ സോപ്പോ അല്ലെങ്കിൽ സാബൂനൊക്കെ ഉണ്ടെങ്കിൽ എന്താവും? ആ വെള്ളത്തെ ഒന്നായിട്ട് പകർച്ചയാക്കും. അപ്പൊ അങ്ങനത്തെ ഒന്നും അവയവത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടാകണമെങ്കിൽ എന്താവില്ല, ഒന്നും ശരിയാവില്ല. അപ്പോ അങ്ങനത്തെ പകർച്ചയാകുന്ന ഒന്നും നമ്മുടെ അവയവത്തിൽ ഉണ്ടാകാതിരിക്കലാണ്. അതേതുപോലെ സ്വാബൂനിൻ, സ്വാബൂന് പോലെ, സഅഫറാനിൻ, കുങ്കുമം പോലെ. നാലാമത്തെ ഷർത്ത് അല്ലാ യകൂന അലൈഹി, അവയവത്തിന്റെ മേൽ ഉണ്ടാകാതിരിക്കലാണ്. ഹായിലുൻ, മറയുണ്ടാകാതിരിക്കലാണ്. മറ ഏതുപോലെ? കത്വിലാഇൻ, ഇന്റ് പോലെ. തുലാ എന്ന് പറഞ്ഞാല് ഇന്റ് പോലെ, കത്വിലാഇൻ, ഇന്റ് പോലെ. വശംഇൻ, മെയുകു പോലെ. വദുഹുനിൻ ജാമിദിൻ, ഉറച്ച എണ്ണ പോലെ. വഹിബിരിൻ, മഷി പോലെ. വഹിന്നായിൻ, മൈലാഞ്ചി പോലെ. അപ്പൊ അവയവത്തിൽ എന്തുണ്ട്? ആ മൈലാഞ്ചിന്റെ ആ മുകളിലുണ്ടാണ് ഇതുണ്ടല്ലോ, നമ്മളെ അടിയത്തെ ആ കളറല്ല പറയുന്നത്, അല്ലാതെ എന്താണ് മുകൾ ഭാഗത്ത് മൈലാഞ്ചിന്റെ ആ തടി അല്ലെങ്കിൽ മഷിന്റെ തടി അതുണ്ടാകുകയാണെങ്കിൽ അവിടെ എന്താണ്? മറ ഉണ്ടാകും. അപ്പൊ ഒതു ശരിയാവൂല, വെള്ളം കിടക്കൂല. അതുപോലെ വമിനൽ ഹായിലി, മറയിൽപ്പെട്ടതാണ് അൽ വസ്ഹു തഹ്തൽ ളുഫ്രി, നഖത്തിന്റെ തായ് ഭാഗത്തുള്ള ചളി. നമ്മൾ നഖം വെട്ടിയിട്ടില്ല, അപ്പൊ ആ നഖത്തിന്റെ തായ് ഭാഗത്ത് എന്തുണ്ട്? ചളി ഉണ്ട്. അപ്പൊ ആ ചളി ഉണ്ടെങ്കിൽ വെള്ളം കിടക്കൂല. വെള്ളം കിടന്നിട്ടില്ലെങ്കിൽ വുളു ശരിയാവൂല. എന്നാൽ ഒരു സംഘം ആളുകൾക്കെതിരായിട്ട് മാറ്റമായിട്ട് അവര് പറഞ്ഞ് അതെന്തല്ല, മറയിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മിൻഹും, അവരിൽപ്പെട്ടവരാണ് അൽ ഗസ്സാലിയു, ഗസ്സാലിമാം അവരിൽപ്പെട്ടവരാണ്. വസ്സർകശിയു, സർകശിമാമും അവരിൽപ്പെട്ടവരാണ്. അതുപോലെ തന്നെ വക്കത്, അപ്രകാരം തന്നെയാണ് വസഹും മിൻ ഗുബാരിൻ, പൊടിയാലുള്ള ചളി, അയുക്ക്, ചേറ്. അങ്ങനെ പൊടിയൊക്കെ പറയുന്നതാവും അവന്റെ ശരീരത്തിലാകുന്നതായിട്ട് ചേറ് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് എന്താവൂല, വെള്ളം കൊടുക്കൂല. അപ്പൊ അതും എന്താണ്? മറയാണ്. അപ്പൊ അങ്ങനത്തെ മറയും ഇല്ലാതിരിക്കലാണ്. എന്നാൽ ദൂനൽ അറക്കിൽ മുത്തജമ്മിരി, കട്ട പിടിച്ച
വിയർപ്പിനെ കൂടാതെ. അതെന്തല്ല, മറയല്ല. വധൂന അസരിൽ ഹിബിരി, മഷിയുടെ അടയാളം കൂടാതെ. നമ്മുടെ കയ്യിൽ എന്തായിട്ടുണ്ട്, എന്താണ്, പേന വരഞ്ഞിട്ടുണ്ട്, അതുപോലെ മൈലാഞ്ചിട്ടോ അതിന്റെ ചോപ്പുണ്ട്, അതൊന്നും എന്താവൂല, വെള്ളം കടക്കലിനെ തൊട്ട് തടയൂല. ഇപ്പത്തെ മൈലാഞ്ചിക്ക് കെമിക്കലാണ്. അതിൽ ചില മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ, നഖത്തുമ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചുരണ്ടി വെക്കുമ്പോൾ ഒരു മെയ്ഗ് പോലെ ഇങ്ങനെ കാണാൻ സാധിക്കും. അതാണെങ്കിൽ വെള്ളം കിടക്കൂല, അപ്പൊ എന്താവൂല, അങ്ങനെ ഉള്ളെടുത്താലും നിസ്കാരം ശരിയാവൂല. അപ്പൊ അതിലേക്ക് വെള്ളം കിടക്കുന്നുണ്ടോ എന്നതാണ് അതിന്റെ മാനദണ്ഡം. അപ്പൊ അഞ്ചാമത്തെ ഷർത്ത് മഅരിഫത്തു ദുഖൂലിൽ വഖ്തി ലിദായിമി ഹദസിൻ. മഅരിഫത്തു അറിയലാണ്, ദുഖൂലിൽ വഖ്തി സമയം പ്രവേശിച്ചു എന്നറിയണം, ലിദായിമി ഹദസിൻ നിത്യശുദ്ധിക്കാരന്. അപ്പോ നിത്യശുദ്ധിക്കാരനാണെങ്കിൽ ഓനക്ക് വുളു എടുക്കണമെങ്കിൽ സമയമായിട്ടുണ്ട് എന്ന് അറിയണം. ഇപ്പോൾ ളുഹുർ നിസ്കാരത്തിന് വേണ്ടി ഓന് വുളു എടുക്കുമ്പോൾ ളുഹുറിന് മുമ്പ് എടുക്കാൻ പറ്റൂല. അപ്പോൾ ളുഹുർ ബാങ്ക് കൊടുത്തിട്ടുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവൻ വുളു ചെയ്യേണ്ടത്. അതേതുപോലെ കസലിസിൻ, മൂത്രവാർച്ചക്കാരനെ പോലെ, വമുസ്തഹാലത്തിൻ, ഇസ്തിഹാലത്തുകാരിയെ പോലെ. ഇനി നിത്യശുദ്ധിക്കാരന്റെ വിഷയങ്ങളാണ് പറയുന്നത്. ഒരു നിത്യശുദ്ധിക്കാരനാണെങ്കിൽ അവന് സമയം പ്രവേശിച്ച ശേഷമല്ലാതെ വുളു ചെയ്യാൻ പാടില്ല. ഒരു ഫർള് കൊണ്ട് ഒരു വുളു മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ലാ യതവല്ലു ദായിമുൽ ഹദസി, നിത്യശുദ്ധിക്കാരൻ വുളു ചെയ്യരുത് ലി ഫർളിൻ, ഒരു ഫർളിന് വേണ്ടിയോ, ഔ നഫ്ലിൻ മുവഖത്തിൻ, സമയം നിശ്ചയിക്കപ്പെട്ടതായ സുന്നത്തിന് വേണ്ടിയോ നിത്യശുദ്ധിക്കാരൻ വുളു ചെയ്യരുത്. ലാ യതവല്ലു, വുളു ചെയ്യരുത്. ദായിമുൽ ഹദസി, നിത്യശുദ്ധിക്കാരൻ വുളു ചെയ്യരുത് ലി ഫർളിൻ, ഒരു ഫർളിന് വേണ്ടി, നഫ്ലിൻ, അല്ലെങ്കിൽ ഒരു സുന്നത്തിന് വേണ്ടി. എങ്ങനത്തെ സുന്നത്താണ്? മുവഖത്തിൻ, സമയം നിശ്ചയിക്കപ്പെട്ടതായ. ഇല്ലാ ബഅദ ദുഖൂലി വഖ്തിഹി, സമയം പ്രവേശിച്ച ശേഷമല്ലാതെ വുളു ചെയ്യരുത്. അപ്പോൾ ളുഹർ നിസ്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ അസർ നിസ്കാരത്തിന് വേണ്ടി വുളു ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബാങ്ക് വിളിച്ച ശേഷം മാത്രമേ അവൻ വുളു ചെയ്യാൻ പാടുള്ളൂ. വലാ യുസല്ലി ബി വുളുഇൻ ഇല്ലാ ഫർളൻ വാഹിദ, ഓന് വുളു കൊണ്ട് ഒരു ഫർളല്ലാതെ നിസ്കരിക്കരുത്. അപ്പൊ ഒരു വുളു കൊണ്ട് ഒരു ഫർള് നിസ്കരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ സുന്നത്തിൽ നിന്ന് അവനിക്ക് അത്രയും നിസ്കരിക്കാം. പിന്നീട് ഈ മൂത്രവാർച്ചക്കാരനാണെങ്കിൽ അവന് നിർബന്ധമായ കുറച്ച് കാര്യങ്ങളുണ്ട്. വയജിബു അലൈഹി, അവന്റെ മേൽ നിർബന്ധമാകും. ഗുസ്ലുൽ ഫർജി, ഗുഹ്യസ്ഥാനത്തെ കൈകൾ എന്താണ്, നിർബന്ധമാണ്. വൈബ്ദാലുൽ ഖുത്റതി, പഞ്ഞി മാറ്റലും നിർബന്ധമാണ്. അല്ലത്തി ബി ഫമിഹി, ഗുഹ്യസ്ഥാനത്തിൽ നിറച്ച പഞ്ഞുണ്ടല്ലോ, അതിനൊക്കെ മാറ്റൽ എന്താണ്, നിർബന്ധമാണ്. അതുപോലെ അതിനെ മുകളിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ വതജ്ദീദുൽ ഇസാബത്തി, ആ കെട്ടിനെ പുതുക്കലും നിർബന്ധമാണ്. ലികുല്ലി ഫർദിൻ, എല്ലാ ഫർദിനു വേണ്ടിയും. അതുപോലെ വൽ മുബാദറത്തു ബിസ്വല, നിസ്കാരം കൊണ്ട് ഉളരൽ എന്താണ്, നിർബന്ധമാണ്. പെട്ടെന്ന് നിസ്കരിക്കണം. എന്നാൽ ചിലപ്പോൾ നിസ്കാരത്തിന്റെ നന്മകളുണ്ട്. ജമാഅത്തിനെ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ ജുമുഅ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താക്കാം, പിന്തിക്കാം. ഫലാ യുഅഖിറുഹ, അവൻ നിസ്കാരത്തെ പിന്തിപ്പിക്കരുത്. ഇല്ലാ ലി മസ്ലിഹത്തിഹ, നിസ്കാരത്തിന്റെ നന്മക്ക് വേണ്ടിയല്ല. നന്മയതുപോലെ ജമാഅത്തിൻ, ജമാഅത്തിനെ പ്രതീക്ഷിക്കും പോലെ, ഔ ജുമുഅത്തിൻ, അല്ലെങ്കിൽ ജുമുഅയെ പ്രതീക്ഷിക്കും പോലെ, ഔ ദഹാബിൻ ഇലാ മസ്ജിദിൻ, അല്ലെങ്കിൽ പള്ളിയിൽ പോകും പോലെ. പിന്നീട് സലിസുൽ ബൗല്, മൂത്രവാർച്ചക്കാരൻ, ഓന് ഖത്തീബാണെങ്കിൽ ഓനക്ക് 2 വുളു വേണം. വയജിബു അലൈഹി, അവന്റെ മേൽ, മൂത്രവാർച്ചക്കാരന്റെ മേൽ നിർബന്ധമാണ് വുളു ആനി, 2 വുളു, ലിൽ ജുമുഅത്തി, ജുമുഅക്ക് വേണ്ടി. എപ്പോ ഇൻകാന ഖത്തീബൻ, അവൻ ഖത്തീബാണെങ്കിൽ ഒരു വുളു ലിൽ ഖുത്ബത്തൈനി, 2 ഖുത്ബക്ക് വേണ്ടി ഒരു വുളു, വവുളുൻ, ഒരു വുളു ബഅദഹുമാ, ഖുത്ബക്ക് ശേഷം ലിസ്വല, നിസ്കാരത്തിന് വേണ്ടിയും ഒരു വുളു. അങ്ങനെ 2 വുളു എന്താണ്, നിർബന്ധമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ടോട്ടലായിട്ട് പറഞ്ഞാൽ ഫിഖ്ഹിനെ സംബന്ധിച്ച് പറഞ്ഞു. ഫിഖ്ഹി എന്ന് പറഞ്ഞാൽ കർമ്മപരമായ, നിയമപരമായ വിധികളെ കൊണ്ടുള്ള അറിവാണ്. അപ്പൊ തഖ്വ വേണമെങ്കിൽ എന്ത് വേണം? ഈ അഹ്കാമു ശർഈയായ നിയമങ്ങൾ അറിയണം. പിന്നീട് ഈ ഫിഖ്ഹ് അത് 4 പാർട്ടുകളായിട്ടാണ് ഫുഖഹാ പരിചയപ്പെടുത്തിയത്. 1 ഇബാദാത്ത്, 2 മുആമലാത്ത്,
3 മുനാക്കഹാത്ത്, 4 ജിനായാത്ത്. അപ്പൊ ഇതിലേറ്റവും ശ്രേഷ്ഠമായത് ഇബാദാത്താണ്. ആ ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. ആ നിസ്കാരം നിസ്കരിക്കണമെങ്കിൽ അതിന്റെ താക്കോലായ വുളൂ വേണം. ആ വുളൂ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, അതാണ് ത്വഹാറ. ത്വഹാറത്തിന്റെ തെളിവുകൾ പറഞ്ഞു. നിസ്കാരത്തിന്റെ താക്കോൽ ഏതാണ്? ത്വഹൂറാണ്. പിന്നീട് അശുദ്ധി രണ്ടായി തിരിച്ചു. അവിടെ ത്വഹാറത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, നലാഫത്ത് വൃത്തിയാക്കലാണ്. സാങ്കേതികാർത്ഥത്തിൽ പറഞ്ഞു, അശുദ്ധിയുടെ മേൽ തുടർന്നു വരുന്നതായ തടസ്സത്തെ ഉയർത്തലാണ്. പിന്നെ അശുദ്ധി, ചെറിയ അശുദ്ധിയുണ്ട്, വലിയ അശുദ്ധിയുണ്ട്. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരിക്കാനുള്ള ഒരു മാർഗമാണ് വുളൂ. വലിയ അശുദ്ധി, ജനാബത്ത് പോലത്തെ വലിയ ശുദ്ധി, അതിൽ നിന്നും ശുദ്ധീകരിക്കാനുള്ള മാർഗമാണ് കുളി. പിന്നെ വുളൂയിൽ വന്ന ആയത്തുകൾ പറഞ്ഞു, അതിലെ ഹദീസും പറഞ്ഞു. പിന്നെ വുളൂവിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. പിന്നെ വുളൂഇനെ ഫർദാക്കപ്പെട്ടത് ഇസ്രാഇന്റെ രാത്രി നിസ്കാരത്തോടു കൂടെ തന്നെയാണ്. പിന്നെ വുളൂഇന്റെ ഷർത്തുകൾ: 1 മുത്തലക്കായ വെള്ളം വേണം. 2 കൈകപ്പെടുന്ന അവയവത്തിന്റെ മേൽ വെള്ളം തകലാണ്, ഒഴിക്കലാണ്, ചൊരിക്കലാണ്. പിന്നെ 3-മത്തത് വെള്ളത്തെ പകർച്ചയാകുന്ന സാബൂന്, കുങ്കുമം പോലത്തെ ഒന്നും അവയവത്തിന്റെ മേൽ ഉണ്ടാകാൻ പാടില്ല. പിന്നെ 4-മത്തത് അവയവത്തിന്റെ മേൽ മറ ഉണ്ടാകാൻ പാടില്ല. പെയിന്റ് പോലത്തെ, മെയ്ഗ് പോലത്തെ, എണ്ണ പോലത്തെ, മഷി പോലത്തെ, മൈലാഞ്ചി പോലത്തെ. അതുപോലെ നഖത്തിന്റെ താഴ്ഭാഗത്തുള്ള ചളിയൊക്കെ ഇതിൽപ്പെട്ട തന്നെയാണ്, മറയിൽപ്പെട്ടതാണ്. അപ്പൊ മറ ഉണ്ടെങ്കിൽ എന്താവൂല? വെള്ളം കിടക്കൂല. വെള്ളം കിടന്നിട്ടില്ലെങ്കിൽ വുളൂ ശരിയാവൂല. വുളൂ ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല. അതുപോലെ പൊടിയൊക്കെ പാറിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുള്ള ചേറ്, അതൊക്കെ ഇതിൽപ്പെട്ട തന്നെയാണ്, മറയിൽപ്പെട്ടതാണ്. എന്നാൽ ശരീരത്തിലുള്ള വിയർപ്പ് എന്തല്ല? മറയിൽപ്പെട്ടതല്ല. അതുപോലെ മഷിയുടെ അടയാളം മറയിൽപ്പെട്ടതല്ല. മൈലാഞ്ചിയുള്ള അടയാളവും മറയിൽപ്പെട്ടതല്ല. പിന്നെ 5-മത്തത് നിത്യശുദ്ധിക്കാരനാണെങ്കിൽ അവനക്ക് സമയം പ്രവേശിച്ചു എന്നറിയണം. പിന്നെ അവന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓന് സമയം പ്രവേശിച്ച ശേഷമേ വുളൂ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വുളൂ കൊണ്ട് ഒരു ഫർള് നിസ്കരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവൻ ശ്രദ്ധിക്കേണ്ട നിർബന്ധമായ കാര്യം, ഗുഹ്യസ്ഥാനം എല്ലാ നിസ്കാരത്തിനും വേണ്ടി കഴുകണം. അവിടെ നിറച്ചിട്ടുള്ള പഞ്ഞി നീക്കം ചെയ്യണം, പുതിയ പഞ്ഞി വെക്കണം. അതുപോലെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ കെട്ടൊക്കെ ഒന്ന് പുതുക്കണം, പെട്ടെന്ന് നിസ്കരിക്കണം. എന്നാൽ നിസ്കാരത്തിന്റെ നന്മകളുണ്ട്. ജമാഅത്തിനെ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ ജുമയെ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ പള്ളിയിൽ പോവുക. അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ എന്താക്കുക? നിസ്കാരത്തെ പിന്തിപ്പിക്കാം. പിന്നീട് മൂത്രവാർച്ചലുള്ള ആള്, ഖുത്ബ പോകുന്ന ആളാണെങ്കിൽ 2 ഖുത്ബയ്ക്ക് വേണ്ടി ഒരു വുളൂ, അതുപോലെ നിസ്കാരത്തിന് വേണ്ടി ഒരു വുളൂ, അങ്ങനെ 2 വുളൂ നിർബന്ധമാണ് എന്നും പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും എല്ലാം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഇതിൻ്റെ എല്ലാം മിസ്ലു സവാബ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. നല്ല തഖ്വയുള്ളവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും നമ്മുടെ സന്താന പരമ്പരയെയും നിസ്കാരം നിലനിർത്തുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് സംശയം ഉള്ളവരൊക്കെ ചോദിക്കുക, അടുത്ത ക്ലാസ്സിലും ചോദിക്കുക. അതുപോലെ വാട്സപ്പിലും ചോദിക്കുക, PM-ലും ഒന്ന് ചോദിക്കുക ഇൻഷാ അല്ലാഹ്.